ഇതാണ് അതിപുരാതനവും പ്രശസ്തവുമായ കോതമംഗലം ചെറിയ പള്ളിയിലെ പെരുന്നാളിൻ്റെ അന്ന് നടക്കുന്ന കുരിശെഴുന്നള്ളിപ്പ്. മേടയിലിരിക്കുന്ന കുരിശുകളെല്ലാം ഒക്ടോബർ 2-ാം തീയതി പെരുന്നാളിൻ്റെ അന്ന് പുറത്തെടുത്ത് പ്രദക്ഷിണം പോലെ വിശ്വാസികൾക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ പോകുന്നതാണ്. സത്യത്തിൽ ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആദ്യം സ്വർണ്ണക്കുരിശും പിന്നെ വെള്ളിക്കുരിശും മരക്കുരിശുകളുമായിട്ട് പോകുന്ന ഒരു പെരുന്നാൾ ഘോഷയാത്ര. സത്യത്തിൽ നമ്മൾ കാണുന്ന പോലെ 1-2 കുരിശൊന്നുമല്ല. നമ്മൾ കണ്ണെത്താ ദൂരത്ത് ഒട്ടനവധി കുരിശുകളുണ്ട് ഈ പള്ളിയിൽ. പള്ളിയുടെ മേടയിൽ നിന്ന് ഒക്ടോബർ 2-ാം തീയതിയാണ് ഇതെല്ലാം ഇങ്ങനെ പുറത്തെടുത്ത് വിശ്വാസികൾക്ക് കാണത്തക്ക വിധത്തിൽ പ്രദക്ഷിണമായി പോകുന്നത്. കോതമംഗലം പള്ളിയിലെ പെരുന്നാളിന് കാൽനടയായി ഒത്തിരി തവണ പോയിട്ടുണ്ടെങ്കിലും ഈ കാഴ്ച കാണാൻ ഇതാദ്യമായിട്ടാണ് സാധിച്ചത്. സത്യത്തിൽ ഇത്തവണ കാൽനടയായിട്ട് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്. എല്ലാ ആൾക്കാർക്കും ഇത് കാണാനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പള്ളി പെരുന്നാളിലെ പിന്നീട് വരുന്ന പ്രധാന ആകർഷണമാണ് ഈ ചെണ്ടകൊട്ട്. 1-2 ചെണ്ടകൊട്ടുകാരല്ല, ഇഷ്ടം പോലെ ചെണ്ടകൊട്ടുകാരും മത്സരിച്ചുള്ള അവരുടെ ചെണ്ടകൊട്ടും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ചെണ്ടയും കൈത്താളവും എല്ലാമായിട്ട് ഒരു വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പെരുന്നാൾ തന്നെ. കോതമംഗലം പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ മാത്രം ആഘോഷിക്കുന്ന ഒന്നല്ല. അവിടെയുള്ള നാട്ടുകാർ മുഴുവനുമായി ഏറ്റെടുത്ത് നടത്തുന്നൊരു പെരുന്നാളാണത്. വിശ്വാസികളും മതസ്ഥരുമായ അനേകം ആൾക്കാർ പ്രാർത്ഥനയോടെയും നോമ്പ് നോറ്റും നടത്തുന്ന ഒരു പെരുന്നാൾ. ജാതിമത ഭേദമന്യേ അനേകായിരങ്ങൾ കാൽനടയായി ബാവയുടെ തിരുസന്നിധിയിലേക്ക് എത്തുന്നത് തന്നെ ബാവയുടെ അനുഗ്രഹം കൊണ്ടും അത് കിട്ടിയിട്ടുള്ളത് കൊണ്ടുമാണ്. വർണ്ണവിസ്മയങ്ങൾ ഒരുക്കുന്ന കോതമംഗലം പള്ളി പെരുന്നാളും അവിടെ കബറടങ്ങിയിരിക്കുന്ന ബാവയും ആ നാടിൻ്റെയും നാട്ടുകാരുടെയും വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്.